ഇതിപ്പോ ഞാൻ ഇരവിപുരം നിയോജക മണ്ഡലം കൊല്ലം പള്ളിമുക്കിലുള്ള ഒരു ബി.എഡ് ട്രെയിനിങ് സെന്ററിനകത്തുള്ള ബൂത്താണ് ഈ കാണുന്നത്. ഇവിടെ വോട്ടർമാർ ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതൊരു ഒഴുക്കായി. കഴിഞ്ഞ വട്ടം ഏതാണ്ട് 73% പോളിംഗ് ഇരവിപുരം നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. ഇക്കുറിയും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാനും അത് തന്നെ ആവർത്തിക്കാനാണ് സാധ്യത. ഇപ്പൊ നമ്മുടെ MLA നൗഷാദ് MLA ഇപ്പൊ സ്ഥലത്തുണ്ട്. ഇദ്ദേഹം നമുക്ക് കാണാം. ഓക്കെ, എല്ലായിടത്തും പോയോ? അല്ല, ഏകദേശം എല്ലായിടത്തും പൂർത്തിയായില്ല, ഇനിയും പോകാനുണ്ട്. ഇങ്ങനുണ്ട് ഈ ആളുകളുടെയൊക്കെ മുഖഭാവമൊക്കെ കാണുമ്പോൾ ഒരുപാട് ഇതിനകത്ത് തഴക്കവും പഴക്കവും ഉണ്ടല്ലോ മനസ്സിലാക്കാൻ. അല്ല, നല്ല പ്രതികരണമാണ്. നമ്മള് വോട്ട് ചെയ്തിട്ട് ഇറങ്ങി വരുന്ന വോട്ടർമാരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർക്ക് നമ്മളെ കാണുമ്പോൾ ഉള്ള പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നല്ല പ്രതികരണമാണ് വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പോളിംഗും അത്യാവശ്യം നല്ല പോളിംഗുമാണ്. ഈ കഴിഞ്ഞ തവണത്തെക്കാളും പോളിംഗ് ശതമാനം കൂടാനാണ് സാധ്യത അതോ കുറയാനാണ് എങ്ങനെയായിരിക്കും അതിന്റെ ഒരു ട്രെൻഡ്? പോളിംഗ് ശതമാനം കൂടാനാണ് സാധ്യത. SARന്റെ ഒക്കെ പ്രശ്നം വന്നിട്ട് മുമ്പ് മടിക്കുമായിരുന്നു. ഇപ്പൊ എത്തിച്ചേരാൻ കഴിയാത്തവർ മാത്രമേ, അല്ലെങ്കിൽ ആ തരത്തിൽ അവശതയുള്ളവർ മാത്രമേ, ബെഡ്രിഡനായി കിടക്കുന്നവർ മാത്രമേ വന്ന് ചെയ്യാതിരിക്കത്തുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം പരമാവധി വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് കാര്യം. ഈ മണ്ഡലത്തിൽ ഹോം വോട്ടർമാരില്ലേ? വീടുകളിൽ കിടക്കുന്നത് പോയി വോട്ട് ചെയ്യിപ്പിക്കുന്ന? അല്ല, അതുണ്ട്. പക്ഷെ അത് എല്ലാവരും ആ ലിസ്റ്റിൽ പെട്ടിട്ടില്ല. അതിനകത്ത് കുറെ അപാകതകളുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വോട്ടർമാരുണ്ട്. ഈ അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. ഇനി ഏതാണ്ട് ഒരു 1-2-3 മണിക്കൂർ കഴിഞ്ഞാൽ ഈ 2026 ചരിത്ര പ്രസിദ്ധ മറ്റൊരു ചരിത്രത്തിലേക്ക് ഇടം നേടുന്ന ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഇത് കഴിയുകയാണ്. മൂന്നാം ഊഴത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് കൂടിയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ പുതിയ രാഷ്ട്രീയ ചരിത്രങ്ങൾ കുറിക്കപ്പെടാനുള്ള ഒരു വേദി കൂടിയാണിത്. അല്ല, ഒന്നാം പിണറായി ഗവൺമെന്റ് തുടർച്ചയായി ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നത്. ഉറപ്പായും വീണ്ടും കേരളം ചരിത്രം തിരുത്തി കുറിക്കും. ഒരു സംശയവും അക്കാര്യത്തിലില്ല. അത് അങ്ങും ഹാട്രിക് അടിക്കും. കേരള സർക്കാർ കേരളത്തിലെ ഈ ഇടതുപക്ഷവും ഹാട്രിക്കിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്.